Hello everyone. Today we are going to discuss about American drama. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അമേരിക്കൻ ഡ്രാമ. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന സെഷനാണ് ഇന്ന് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ദ ബിഗിനിങ് ഓഫ് അമേരിക്കൻ ഡ്രാമ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ നമുക്ക് മെയിനായിട്ട് 5 ഏരിയാസാണ് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഡ്രാമ തുടങ്ങുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ സംഭവിച്ച ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് കാരണമായത് എന്നുള്ള കാര്യമാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ഫ്രം ടൈലർ ടു ബെലസ്കോ ദി ഏർലി അമേരിക്കൻ ഡ്രാമ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഈ ഒരു വർക്ക്സ് അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രം ദി ടൈലർ ടു ബെലസ്കോ ദി ഏർലി അമേരിക്കൻ ഡ്രാമ എന്ന സെക്ഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ദെൻ അമേരിക്കൻ ഡ്രാമ കം ഓഫ് ഏജ് ഡ്രാമ ഇൻ ദി 20th century. 20th സെഞ്ച്വറിയിൽ അമേരിക്കൻ ഡ്രാമയ്ക്കുണ്ടായ മാറ്റങ്ങളെയാണ് ഈ ഒരു ഏരിയ പോർട്രേറ്റ് ചെയ്യുന്നത്. ദെൻ കണ്ടംപററി അമേരിക്കൻ ഡ്രാമ. അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നേറ്റീവ് അമേരിക്കൻ ഡ്രാമ. ഡ്രാമയുടെ വളർച്ചയ്ക്ക് അമേരിക്കയിലെ നേറ്റീവ് പീപ്പിൾസ് നടത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും സഫറിങ്സും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. സോ ഇത്രയും ഏരിയാസാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അമേരിക്കൻ ഡ്രാമയെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ ഡ്രാമ ഹാസ് relatively short history. It influenced by religious, political and cultural factors. During 1649-1660, England was facing a difficult time struggling against the radicalism of Puritans that were religious sect often considered a byproduct of Anglicans. 1649 1660 കാലയളവിൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ വളരെയധികം സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ഒരു മതവിഭാഗമാണ് ക്രിസ്തു മതം. അപ്പം ആ ഒരു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള 2 വിഭാഗങ്ങളാണ്. ഒന്ന് ആംഗ്ലിക്കൻസ്, ദെൻ നെക്സ്റ്റ് വൺ പ്യൂരിറ്റൻസ്. അപ്പോൾ ഈ ആംഗ്ലിക്കൻസും പ്യൂരിറ്റൻസും ക്രിസ്തു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും കൂടെ അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് പള്ളിയുടെ ചർച്ചിൻ്റെ കാര്യത്തിലും അവരുടെ സഭാ നിയമങ്ങളുടെ കാര്യത്തിലും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ കാര്യത്തിൽ വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു മതവിഭാഗമാണ്. എന്നാൽ ഈ ആംഗ്ലിക്കൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പ്യൂരിറ്റൻസിനേക്കാളും കുറച്ചും കൂടെ ഒരു താഴ്ന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പം ഒബ്വിയസ്ലി ഈ പ്യൂരിറ്റൻസ് എന്ത് ചെയ്യും, ഈ ആംഗ്ലിക്കൻസിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവരായിരുന്നു ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മതവിഭാഗം. ആ ഒരു സമയത്താണ് ചാൾസ് ഫസ്റ്റ് മരണപ്പെടുകയും ഈ പ്യൂരിറ്റൻസിൻ്റെ നേതാവായിട്ടുള്ള ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വരികയും ചെയ്തത്. ഇത് കൂടുതൽ പ്യൂരിറ്റൻസ് മറ്റുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. ആ ഒരു കാലയളവിനെ വിശേഷിപ്പിക്കുന്നതാണ് ദി കോമൺവെൽത്ത് പീരീഡ് എന്നാണ് ആ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേര്. സോ അവർ തിയേറ്ററുകളൊക്കെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മാത്രമല്ല കലാസാഹിത്യ രംഗത്തുള്ള എല്ലാ വളർച്ചകളെയും അവർ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മൊറാലിറ്റി ആയിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. സോ ഈ കലയും സാഹിത്യവും എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഈ മൊറാലിറ്റിക്ക് എതിരാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. സോ അതുകൊണ്ട് തന്നെ തിയേറ്ററുകളൊക്കെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുകയാണ്. സോ ഇത് അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയെ വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. ദെൻ ദി Mayflower ആൻഡ് അമേരിക്കൻ കോളനീസ്. In 1660, when Charles II got restored to the throne of England, the Puritans felt betrayed. They started looking for an alternative land to rule as per their own whims and wishes. A ship called Mayflower, carrying around 102 devout Puritans, excluding an estimated 30 crew, reached the tip of Cape Cod, Brantford. Puritans named their newfound land New England, establishing the first Puritan colony, Plymouth, in 1620. The coming of Puritans also sets the tone of the nation's literature, since it changed the dynamics of American
pertaining to religious, politics, economy, cultural practice, almost everything. പിന്നീട് 1660 ചാൾസ് ദി സെക്കൻഡ് അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ചാൾസ് ദി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ പ്യൂരിറ്റൻസിൻ്റെ എല്ലാ ആശയങ്ങളുമായിട്ട് തികച്ചും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് അങ്ങനെയുള്ള ഒരാൾ ഇംഗ്ലണ്ട് റൂൾ ചെയ്യുന്ന സമയത്ത് ഈ പ്യൂരിറ്റൻസിന് വളരെയധികം ആശങ്കയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലാൻഡ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ 102 ഡിവോട്ടഡ് പ്യൂരിറ്റൻസും 13 ക്രൂവും ആയിട്ട് മെയ്ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിൽ പുതിയ ലാൻഡ് അന്വേഷിച്ചിട്ട് പോവുകയാണ്. പിന്നീട് അവർ ദി പ്ലേമൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലെത്തുകയും അവിടെ പുതിയ ലാൻഡ് കണ്ടുപിടിക്കുകയും ചെയ്തു. ആ ഒരു ലാൻഡിന് അവർ ദ ന്യൂ ഇംഗ്ലണ്ട് എന്നാണ് പേരിട്ടത്. അങ്ങനെ അവരുടെ വരവിന് ശേഷം ഇംഗ്ലണ്ടിലെ റിലീജിയസ്, പൊളിറ്റിക്, എക്കണോമിക്, കൾച്ചർ ഏരിയാസിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Then early American literature. Literature is America. In the recorded form began around the time Anne Bransteel, America's first poet, began writing. Early American literature limited British work, struggling to create a distinct identity for American drama, which developed much later. Drama developed later than prose and poetry. ആ ഒരു കാലയളവിലാണ് അമേരിക്കയിലെ ഫസ്റ്റ് പോയിട്ടായിട്ടുള്ള ആൻ ബ്രാൻസ്റ്റീൽ അവരുടെ ന്യൂ വർക്ക്സ് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല അന്നത്തെ അമേരിക്കൻ ലിറ്ററേച്ചർ ബ്രിട്ടീഷ് വർക്ക്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആ സമയത്ത് അമേരിക്കൻ ഡ്രാമ അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളിങ്ങിലായിരുന്നു. കാരണം പ്രോസും പോയട്രി ഒക്കെ വന്നതിന് ശേഷമാണ് അമേരിക്കയിൽ ഡ്രാമ എന്നുള്ളൊരു കോൺസെപ്റ്റ് ക്രിയേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഈ ഡ്രാമയെക്കാളും പ്രോസിനും പോയട്രിക്കുമായിരുന്നു കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 3 ഫൗണ്ടേഷൻ ഓഫ് അമേരിക്കൻ ഡ്രാമ. Drama in America developed through seeking an independent identity, evoking nationalist sentiment, emphasizing patriotism and sacrifice. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു വർക്ക്സ് എടുക്കുകയാണെങ്കിലും ആ ഒരു വർക്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഏതൊരു വർക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലെ അന്നത്തെ ഡ്രാമകൾ പൊതുവായിട്ടും ഈ 3 കോൺസെപ്റ്റിനെയും അടിസ്ഥാനത്തിലായിരുന്നു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് വൺ, അമേരിക്കൻ ഡ്രാമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുക എന്നുള്ളതും ജനങ്ങൾക്ക് ഒരു ദേശീയത എന്നുള്ളൊരു ദേശീയത മനോഭാവം കൂടാനും പുതിയ സ്ഥലങ്ങളിലേക്കുള്ള അവരുടെ അധിനിവേശം രൂപപ്പെടാനും വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം എഴുതിയ രൂപത്തിലായിരുന്നു അവർ ഡ്രാമ പ്രസൻറ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല അവർക്കൊരു ദേശസ്നേഹം, അവിടുത്തെ ജനങ്ങൾക്കൊരു ദേശസ്നേഹം രൂപപ്പെടാനും രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുക എന്നുള്ള അങ്ങനെയുള്ളൊരു മനോഭാവം ജനങ്ങളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അന്നത്തെ ഡ്രാമയുടെ ആ ഒരു ക്രിയേഷൻസ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. Then obstacles to America in drama, Puritans' distrust of theatre, academic bias towards prose and poetry, lack of respect of drama in university syllabus. ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ഫസ്റ്റ് പോയിന്റ്, ഡിസ്ട്രസ്റ്റ് ഓഫ് തിയേറ്റർ. പ്യൂരിറ്റൻസിനുള്ള ഒരു ഡിസ്ട്രസ്റ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. കാരണം പ്യൂരിറ്റൻസ് അവരുടെ മോറൽ വാല്യൂസിനും അവരുടെ ആ ഒരു മോറൽ കോൺസെപ്റ്റിനൊക്കെ ഈ തിയേറ്റർ, കല, സാഹിത്യം, എൻ്റർടൈൻമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിരാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. സോ അവർ കൂടുതലായിട്ടും ആ ഒരു ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മാക്സിമം അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. സോ ഇത് അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഒരു തടസ്സമാണ്. ഒബ്സ്റ്റാക്കിൾ മീനിങ് അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ അക്കാഡമിക് ബയാസ് ടുവേർഡ്സ് പ്രോസ് ആൻഡ് പോയട്രി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോസും പോയട്രിയൊക്കെ വന്നതിന് ശേഷമാണ് ഡ്രാമ എന്നുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അക്കാഡമിക് സിലബസിലൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രോസും പോയട്രിക്കും ആയിരുന്നു കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രാമ എന്നുള്ള കോൺസെപ്റ്റ് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ഫോർ ഡ്രാമ ഇൻ യൂണിവേഴ്സിറ്റി സിലബസ്. യൂണിവേഴ്സിറ്റി സിലബസുകളിൽ അവരുടെ സിലബസിൽ ഡ്രാമ എന്നുള്ള ഒരു ആർട്ട് എന്താണ് ഇൻക്ലൂഡ് ആയിരുന്നില്ല. അതിൽ കൂടുതലായിട്ടും പോയട്രി, പ്രോസ് എന്നുള്ള ആ ഒരു സാഹിത്യങ്ങളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് എന്താണ് ഡ്രാമ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന്
അറിയാനും അവരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് ഒരു ഒബ്സ്റ്റക്കിളായിരുന്നു. ദെൻ കാനോണിക്കൽ ലിമിറ്റേഷൻസ്. കരിക്കുലം ഡോമിനേറ്റഡ് ബൈ വൈറ്റ് കാനോണിക്കൽ പ്ലേ റൈറ്റേഴ്സ്, മേജർ ഫിഗേഴ്സ് യുജീൻ ഒനീൽ, ആർതർ മില്ലർ ആൻഡ് ടെന്നീസ് വില്യംസ്. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഏതൊരു സാഹിത്യത്തിൽ ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും അവിടെ കാസ്റ്റ്, കളർ എന്നുള്ള റീജിയൻ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ഡോമിനേഷൻസ് നമ്മൾ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡ്രാമ എന്നുള്ള ഈ ഒരു മേഖലകളിൽ കൂടുതലായിട്ടും വൈറ്റ് പീപ്പിളായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അവരുടെ വർക്ക്സിനായിരുന്നു മുൻഗണന കൊടുത്തിരുന്നത്. ബാക്കിയുള്ള അവിടുത്തെ നേറ്റീവ് ആളുകളുടെ വർക്ക്സൊക്കെ മാക്സിമം അവർ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. സോ ആ ഒരു കാലയളവിൽ അമേരിക്കൻ ഡ്രാമ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള മേജർ ആളുകൾ അവരുടെ വർക്ക്സ് ആയിരുന്നു കൂടുതൽ ആ സമയത്ത് ആളുകൾ സ്വീകരിച്ചിരുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് എഗ്നി ഒനേൽ, ആർതർ മില്ലർ ആൻഡ് ടെന്നീസ് വില്യംസ്. ദെൻ include few more dramatists of renown such as Edward Albee, August Wilson, David Mamet, Tony Kushner, T.S. Eliot and few others. But the list always remains very limited and exclusive. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമാറ്റിസ്റ്റ് ആണ്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ മേജർ ഫിഗേഴ്സ് കരിക്കുലം ഡോമിനേറ്റ് ആയിട്ടുള്ള വൈറ്റ് ആൾക്കാരെക്കാളും കൂടുതൽ പിന്നെ അവർക്ക് അവരുടെ റൈറ്റിങ്ങിനൊന്നും ഒരു സ്വീകാര്യത ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. Then next, from Tyler to Belasco, the early American drama. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമേരിക്കൻ ഡ്രാമയിലെ മേജർ പോയറ്റ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും ഇമ്പോർട്ടൻസ് വർക്ക്സും ആണ്. അതിൽ ഫസ്റ്റ് ആണ് റോയൽ ടൈലറിൻ്റെ ദി കോൺട്രാസ്റ്റ് എന്നുള്ളൊരു വർക്കാണ്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ കൾച്ചറിനെ ഒരു കോമഡി രൂപത്തിൽ പരിഹസിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കോമിക് പ്ലേ ആയിരുന്നു ഇതിൽ കൂടുതലായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരുന്നു ഈ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് വില്യം ഡൺലാപ്പ് ആണ്. ഇദ്ദേഹം അമേരിക്കൻ നാടകത്തിൻ്റെ പിതാവ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്ലേ ആണ് എ ട്രാജഡി ഇൻ 5 ആക്ട്സ്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആളുകൾക്കിടയിൽ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം 60-ലധികം പ്ലേകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം നാഷണൽ അക്കാഡമി ഓഫ് ഡിസൈൻ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകരിൽ ഒരു ആളും കൂടിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ തിയേറ്റർ എന്ന കൃതി 2 വോള്യങ്ങളാക്കിയിട്ട് പ്രസിദ്ധീകരിച്ചു. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ നാടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുള്ള അതിൻ്റെ എന്താണ് അമേരിക്കൻ ഡ്രാമ, ആ കാലയളവിൽ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു അമേരിക്കൻ ഡ്രാമയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും റെഫർ ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു വർക്കായിരുന്നു എ ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ തിയേറ്റർ. മാത്രമല്ല പിന്നീട് അദ്ദേഹം ഈ ഗ്രീക്ക് മെലോ ഡ്രാമകളെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് 29 ഡ്രാമകൾ എഴുതുകയും അത് നമ്മുടെ അമേരിക്കൻ ഡ്രാമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കൃതിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്കാണ് ദി ഫാദർ ഇൻ 1789, ദി സ്ട്രേഞ്ചർ ഇൻ 1798, ദ ഇറ്റാലിയൻ ഫെദർ 1799. ഈ 3 വർക്കുകളുടെ ഒരു സമാഹാരമാണ് ഹിസ്റ്ററി ഓഫ് ദി റൈസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ദി ആർട്ട് ഓഫ് ഡിസൈൻ ഇൻ ദി US ഇൻ 1834. സോ വില്യം ഡൺലാപ്പ് അമേരിക്കൻ ഡ്രാമയ്ക്ക് വളരെയധികം വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ബ്രോൺസൺ ഹവാർഡ്. ഇദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കൃതികളായിരുന്നു കൂടുതലായിട്ടും എഴുതിയിരുന്നത്. അമേരിക്കയിലെ ജനങ്ങളുടെ ജീവിത രീതികൾ, അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്. സോ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ദി ബാങ്കേഴ്സ് ഡോട്ടർ, ദി വൈഫ്സ്, യങ് മിസ് വിൻഡ്രോപ്പ്, വൺ ഓഫ് അവർ ഗേൾ, ദി ഹെൻറിറ്റ, ഷെനൻഡോഹ. ഇത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ്. ദി ലാസ്റ്റ് വർക്കായിട്ടുള്ള ദി ഷെനൻഡോഹ അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വർക്കായിരുന്നു. ദെൻ ദി ഹെറിഡിറ്റ എന്നുള്ള ആ ഒരു വർക്ക് അമേരിക്കയിലെ ബിസിനസ്സിനെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കായിരുന്നു. ഈ ഒരു വർക്കുകളൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു. പിന്നീട് അദ്ദേഹം 1896 ന്യൂയോർക്കിൽ തിയേട്രിക്കൽ സിൻഡിക്കേറ്റ് എന്നുള്ള ഒരു സ്ഥാപനം ആരംഭിച്ചു. ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അന്നത്തെ നാടകങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. സോ ഇതൊക്കെ അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു.
നെക്സ്റ്റ് ക്ലൈഡ് ഫിറ്റ്സ്. ഇദ്ദേഹം കൂടുതലായിട്ടും മെലോ ഡ്രാമകളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾക്കൊന്നും വേണ്ടത്ര ഒരു ശ്രദ്ധ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചില ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് പ്ലേസ് ആണ് നഥാൻഹേൽ, ദി ക്ലൈംബേഴ്സ്, ദി ഗേൾ വിത്ത് ദി ഗ്രീൻ ഐ, ദി വുമൺ ഇൻ ദി കേസ്, ദി ട്രൂത്ത്, ദ സിറ്റി ഗേൾസ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തൊക്കെ ക്ലൈഡ് ഫിറ്റ്സിൻ്റെ സ്ഥാനം അമേരിക്കൻ ഡ്രാമയിൽ വളരെ വലുതായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ ഡേവിഡ് ബിലസ്കോ, ബിഷപ്പ് ഓഫ് ബ്രോഡ്വേ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 374 നാടകങ്ങളോളം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ തിയേറ്ററുകളുടെ സാങ്കേതിക വിദ്യകളുടെ കോർഡിനേറ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ലെൻസും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ തിയേറ്ററുകളിൽ വ്യാപകമായിട്ട് ആ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ലെൻസുകളും സ്പോട്ട് ലൈറ്റൊക്കെ അമേരിക്കൻ നാടകത്തിൽ ബെലസ്കോയുടെ സംഭാവനയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നാടകങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിൻ്റെ വിഷ്വൽ ആർട്ട് എങ്ങനെ നല്ല രീതിയിൽ ആളുകളിലേക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിഷ്വൽ ആർട്ടിൽ നിന്ന് പ്രചാരത്തിലെത്തിയ ഒരു വർക്കാണ് ബെഞ്ചമിൻ ബട്ടർഫ്ലൈ എന്നുള്ള ഒരു പ്ലേ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റു കൃതികളാണ് ഹേർട്ട് ഓഫ് ഓക്ക്, മെൻ ആൻഡ് വുമൺ, ദി ഗേൾ ഓഫ് ദി ഗോൾഡൻ വെസ്റ്റ്, ദെൻ അഗസ്റ്റ് തോമസ്. ഇദ്ദേഹം അമേരിക്കയിലെ ദേശീയ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന ആദ്യകാല കൃതികളിൽ പഠിച്ചുള്ള ഒരു എഴുത്തുകാരനാണ്. അലബാമ എന്നുള്ള കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയായിട്ട് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇൻ മിസോറ, അരിസോണ, കൊളറോഡോ, ഹിറോ ഗ്രാൻഡെ, കോപ്പർ ഹെഡ് എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൃതികളാണ്. അപ്പോൾ ഈ ഒരു കൃതികളൊക്കെ ഇന്ത്യയിലെ പ്രാദേശിക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് എഴുതിയ കൃതികളായിരുന്നു. സോ ഈ ഓതേഴ്സൊക്കെ അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയ്ക്ക് വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് കൊടുത്തിരുന്നത്. സോ ഇത് അമേരിക്കൻ ഡ്രാമയുടെ വളർച്ചയെ വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. അമേരിക്കൻ ഡ്രാമ കം ഓഫ് ഏജ് ഡ്രാമ ഇൻ ദി 20th സെഞ്ച്വറി. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20th സെഞ്ച്വറിയിൽ അമേരിക്കൻ ഡ്രാമയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. സോ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മേജർ ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുൻപോട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കണക്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി ടേംസ്. ഫസ്റ്റ് വൺ, റിയലിസം എന്ന് പറയുന്നത് റിയലിസം കൂടുതലായിട്ടും മനുഷ്യരുടെ പച്ചയായ ജീവിതങ്ങളെ പോർട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് റിയലിസം എന്ന് പറയുന്നത്. കാരണം മനുഷ്യരുടെ ജീവിത ശൈലികൾ, അവരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് റിയലിസത്തിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ടേം നാച്ചുറലിസം. നാച്ചുറലിസം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ ജീവൻ, പരിസ്ഥിതി, വംശം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന ടേമാണ് നാച്ചുറലിസം. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്രഷനിസം. ഈ ഒരു ടേം പോർട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ്, മനുഷ്യരുടെ ഇമോഷൻസിനെയൊക്കെ വരച്ച് കാട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എക്സ്പ്രഷനിസം. ദെൻ നെക്സ്റ്റ് വൺ, സോഷ്യൽ റിയലിസം. ഇതിൽ കൂടുതലായിട്ടും തൊഴിലാളി വർഗ്ഗങ്ങളുടെ സ്ട്രഗിൾസ്, വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ സ്ട്രഗിൾസുകൾ, പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ തൊഴിലാളികളുടെ ജീവിതം, അവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ, അതൊക്കെ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ടേംസ് ആണ് ഈ ഒരു സോഷ്യൽ റിയലിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സോഷ്യലിസ്റ്റ് റിയലിസം. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിയലിസം ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് റിയലിസം ആണ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. സോ നെക്സ്റ്റ് സോഷ്യലിസ്റ്റ് റിയലിസം. സോഷ്യലിസ്റ്റ് റിയലിസത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടും കമ്മ്യൂണിസ്റ്റ് റിയലിസം ആണ് സ്റ്റക്ക് ഓൺ ചെയ്തിട്ട് നിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, തിയേറ്റർ ഓഫ് അബ്സേർഡ്. ഇത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ്റെ ഒരു അർത്ഥമില്ലായ്മയും മനുഷ്യൻ്റെ നിരാശയും പ്രതിസന്ധികളൊക്കെ ഒരു വരച്ചു കാട്ടുന്ന ഒരു ടേമാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മെത്തേഡ് ആക്ടിംഗ് ആണ്. മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് കഥാപാത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ കഥാപാത്രമായിട്ട് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കഥയിലൂടെ ജീവിക്കുന്ന ആ ഒരു
ആ ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് ആക്ടിങ്ങിൽ പറയുന്നത്. ഇത്രയും ടേംസ് ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Then let's go through the important authors and their work. First one, Eugene O'Neill. He introduced realism to American theatre. His major works, Beyond the Horizon, Anna Christine, Strange Intrude, Long Day's Journey into Night, then famous expressionist plays, The Emperor John, The Harry Abbey, ദി ഗോഡ്സ് ചിൽഡ്രൻ ഗോഡ് വിങ്സ്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ദെൻ നെക്സ്റ്റ് വൺ, ത്രോട്ടൺ വിൽഡ്. ഇദ്ദേഹമാണ് തിയേറ്ററിൽ ആദ്യമായിട്ട് മെത്തേഡ് ആക്ടിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് അവർ ടൗൺ, ദി സ്കിൻ ഓഫ് അവർ ടീത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്കാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക്സിനൊക്കെ പുലിസ്റ്റർ പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ക്ലിഫോർഡ് ഓഡൽ. ഇദ്ദേഹം കൂടുതലായിട്ടും മെത്തേഡ് ആക്ടിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ആ ഒരു മെത്തേഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് വെയിറ്റിംഗ് ലെഫ്റ്റി, അവേക്ക് ആൻഡ് സിങ്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ദെൻ നെക്സ്റ്റ് വൺ, ആർതർ മില്ലർ. ഇദ്ദേഹം സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെയും അമേരിക്കൻ ഡ്രീമിൻ്റെ ഒക്കെ ക്രിട്ടീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സോഷ്യൽ റിയലിസത്തെയും അമേരിക്കൻ ഡ്രീമിനൊക്കെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ മേജർ പ്ലേസ് ആണ് ഡെത്ത് ഓഫ് സെയിൽസ്മാൻ, ഓൾ മൈ സൺസ് ആൻഡ് ദി ക്രൂസിബിൾ. ദെൻ ടെന്നീസ് വില്യംസ്. ഇദ്ദേഹം കൂടുതലായിട്ടും സൈക്കോളജിക്കൽ റിയലിസം, ഡിസയർ, ലോൺലിനെസ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൃതികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേജർ പ്ലേസ് ആണ് ദി ഗ്ലാസ് മെനേജറി, എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ, കാറ്റ് ഓൺ എ ഹോട്ട് ടിൻ റൂഫ്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇതിനൊക്കെ പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, അഗസ്റ്റ് വിൽസൺ. ഇദ്ദേഹം നാടകങ്ങളുടെ ഒരു പരമ്പര തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ പ്രധാന വിഷയങ്ങളാക്കിയിട്ടുണ്ടായിരുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ജീവിതങ്ങൾ, വംശീയത, ബ്ലൂ സംഗീതം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളൊക്കെ അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള വർക്ക്സ് ആണ് ഫെൻസസ്, ദ പിയാനോ ലെസൺസ്, മാ റെയ്നേസ്, ബ്ലാക്ക് ബോട്ടം എന്നിങ്ങനെയുള്ള വർക്ക്സൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. ദെൻ എഡ്വേർഡ് ആൽബെ. ഇദ്ദേഹമാണ് തിയേറ്റർ ഓഫ് അബ്സേർഡിൻ്റെ പ്രധാന പ്രതിനിധി എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ദി സൂസ് സ്റ്റോറി, ദി സാൻഡ് ബോക്സ്, ഹൂസ് അഫ്രേഡ് ഓഫ് വെർജീനിയ വൂൾഫ്, എ ഡെലിക്കേറ്റ് ബാലൻസ്, സീ സ്കാപ്പ്, 3 Tall Women. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, കണ്ടംപററി അമേരിക്കൻ ഡ്രാമ. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, ആ ഒരു കണ്ടംപററി അമേരിക്കൻ ഡ്രാമയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. കണ്ടംപററി അമേരിക്കൻ ഡ്രാമ വാസ് ഇൻസ്പയർഡ് ബൈ ഇഷ്യൂ ലൈക്ക് എയ്ഡ്സ് ആൻഡ് ഹോമോസെക്ഷുവാലിറ്റി. 1918's AIDS epidemic in New York became central theme in several plays. Moral degradation in society was a recurring theme. Increased focus on LGBTQ rights, identity and professional freedom, inclusion of autobiographical element and social criticism, recognition through major awards like the Pulitzer Prize and Tony Award. ഇത്രയും മേജർ ഇവൻറ്റ്സ് ആണ് ഈ ഒരു കണ്ടംപററി അമേരിക്കൻ ഡ്രാമ എന്നുള്ള ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് അമേരിക്കയിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്ന എയ്ഡ്സ് എന്നുള്ളൊരു രോഗാവസ്ഥയും പിന്നെ അതുപോലെ തന്നെ ലെസ്ബിയൻ, ഗേ വിഷയങ്ങളൊക്കെ അമേരിക്കയിലെ നാടകങ്ങളെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കാൻ ഇടയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അമേരിക്കയിലെ നാടകങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ LGBTQ അവരുടെ അവകാശങ്ങൾ, തിരിച്ചറിവ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ ആളുകളുടെ ശ്രദ്ധ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് റൈറ്റേഴ്സ് ഇതിനെ അനുകൂലിച്ചും ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ മുമ്പോട്ട് വന്നു. അതിൽപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ടോണി കുഷ്നർ. ഇദ്ദേഹം ഒരു വോക്കൽ ഗേ പ്ലേ റൈറ്റ് ആണ്. ഇദ്ദേഹം കൂടുതലായിട്ടും LGBTQ അവകാശങ്ങൾക്കും അന്ന് അമേരിക്കയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് എന്നുള്ള ആ മഹാമാരിയെ കുറിച്ചിട്ടും ഉള്ള കൃതികളായിരുന്നു കൂടുതലായിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ നോട്ടബിൾ വർക്കാണ് ഏഞ്ചൽസ് ഇൻ അമേരിക്ക, എ ഗേ ഫാൻറ്റസി ഓൺ നാഷണൽ തീം, എ ബ്രൈറ്റ് റൂം കോൾഡ് ഡേ, ഹൈബ്രിഡോപ്പിയ, സ്ലേവ്സ്, ദി ഇൻ്റലിജൻറ്റ്,
ഹോമോസെക്ഷൽ ഗൈഡ് ടു ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം, സ്ക്രീൻ റൈറ്റർ ലിയോൺ കോളോൺ. ദ നെക്സ്റ്റ് വൺ ഡേവിഡ് മാമറ്റ് ആണ്. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ്. സോ ഇദ്ദേഹം റിയലിസ്റ്റിക് ഡയലോഗുകളെയും മോറലായിട്ടുള്ള പല കാര്യങ്ങളെയും ക്രിട്ടിസൈസ് ചെയ്തിട്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ്. സോ ഇദ്ദേഹത്തിൻ്റെ മേജർ പ്ലേസ് ആണ് ലേക്ക് ബോട്ട്, ദി ഡക്ക് വേരിയേഷൻ, സെക്ഷൽ പെർവേഴ്സിറ്റി ഇൻ ചിക്കാഗോ, ഗ്ലെൻഗാരി ഗ്ലെൻ റോസ്, അമേരിക്കൻ ബുഫലോ, ദി ഷോൾ, ഒലിയാന, China Doll, Alive in the Theatre, Speed the Plow, The Anarchist, The Penitent, Bitter Wheat എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ്. ദ നെക്സ്റ്റ് വൺ കറ്റോറി ഹൾ. ഇദ്ദേഹം കൂടുതലായിട്ടും ആഫ്രിക്കൻ ആൻഡ് അമേരിക്കയിലെ ആളുകളുടെ അനുഭവങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ചരിത്ര കഥാ സംഭവങ്ങൾക്കുമാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പ്ലേസൊക്കെ ഇത്തരം വിഷയങ്ങളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് ദി മൗണ്ടൈൻ ടോപ്പ്, അതർ, ഹണ്ട് വില്ലേജ്, അവർ ലേഡി ഓർ കിൻബെഹോ, ചിൽഡ്രൻ ഓഫ് കില്ലേഴ്സ്, ഹോഡോ ലവ്, അമി ഹെർസോങ് ആൻഡ് മേരി ജെയിൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടംപററി അമേരിക്കൻ ഡ്രാമയിലേക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നേറ്റീവ് അമേരിക്കൻ ഡ്രാമ. നേറ്റീവ് അമേരിക്കൻ ഡ്രാമയിൽ നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഡ്രാമയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേതൊരു കാര്യത്തിൽ എടുത്തു നോക്കിയാലും ഒരു ഡോമിനേഷൻ എപ്പോഴും ആളുകളുടെ മേലുണ്ടായിരുന്നു. കാരണം ഈ ഒരു അമേരിക്കൻ ഡ്രാമയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ വൈറ്റ് പീപ്പിൾസിന് വളരെയധികം ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നു. സോ അവരുടെ കൃതികളൊക്കെയായിരുന്നു ആളുകളുടെ ഇടയിൽ വളരെയധികം സ്വീകാര്യത ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയിലെ നേറ്റീവ് ആളുകളോടുള്ള ഒരു അവഗണന, അതാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. സോ അവരുടെ വർക്കുകൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ നേറ്റീവ്സ് അവരുടെ വർക്കുകൾക്കും സ്വീകാര്യത വേണം, അവർക്കും അവരുടെ സൊസൈറ്റിയിൽ ഒരു നിലനിൽപ്പ് വേണം എന്നുള്ള ഒരു ആശയവുമായിട്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കുന്നത്. സോ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഇഗ്നോറൻസ് ടുവേർഡ്സ് നേറ്റീവ് കൾച്ചർ. നേറ്റീവ് ലിറ്ററേച്ചർ ഹിസ്റ്റോറിക്കലി ഓവർലോക്ക്ഡ് ഡ്യൂ ടു കൾച്ചറൽ ഇഗ്നോറൻസ് ആൻഡ് ലാക്ക് ഓഫ് റിസർച്ച്. സോ ഇതിൽ ഈ നേറ്റീവ് പീപ്പിളിൻ്റെ കൾച്ചറിനെ കുറിച്ചും അവരുടെ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള മതിയായിട്ടുള്ള ഒരു ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വർക്കുകളും അവരുടെ കൾച്ചറിനെയൊക്കെ ഈ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ അടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. ദെൻ ദ ഇന്ത്യൻ സിവിൽ റൈറ്റ് ആക്ട് 1968 സൈൻഡ് ബൈ പ്രസിഡന്റ് ലണ്ടൻ ബി ജോൺസൺ granted native tribes right under the US Bill of Rights. enable of expression of native people voice. സോ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ലിൻഡെ ബി ജോൺസന് ഇന്ത്യൻ സിവിൽ റൈറ്റ്സിൽ ഒപ്പുവെച്ചതോട് കൂടിയിട്ട് ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള നേറ്റീവ് പീപ്പിളിന് US ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുകയും പിന്നീട് അവരുടെ ശബ്ദം സൊസൈറ്റിയിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബില്ല് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ദെൻ ദി റെഡ് പവർ മൂവ്മെന്റ്, എ സിവിൽ റൈറ്റ് മൂവ്മെന്റ് അഡ്വക്കേറ്റിംഗ് നേറ്റീവ് റൈറ്റ് ആൻഡ് ഐഡന്റിറ്റി. ഇതും അതുപോലെ തന്നെ നേറ്റീവ് പീപ്പിളിന്റെ അവകാശങ്ങൾക്കും അവരുടെ തിരിച്ചറിയലിനും വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ദെൻ ഒക്യുപ്പേഷൻ ഓഫ് അൽക്കാട്രാസ്, പ്രൊട്ടസ്റ്റ് by 89 natives Americans led by Richard Oakes, carried out by Indians of all tribes, symbol of native solidarity and protest. ഇത് അൽക്കട്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപിനെ കയ്യേറ്റം ചെയ്തുകൊണ്ട് റിച്ചാർഡ് ഓക്സ് നയിച്ചിട്ടുള്ള 89 പേരടങ്ങുന്ന ഒരു സമരമായിരുന്നു. ഈ ഒരു സമരം ഇന്ത്യൻസ് ഓഫ് ഓൾ ട്രൈബ്സ് എന്ന പേരിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം നേറ്റീവ് പീപ്പിളിന്റെ ഐക്യത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ഇന്ത്യൻ ഡ്രാമ കമ്പനി, ജുനലിസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കൻ ഇന്ത്യൻ ആർട്സ് in 1962, നേറ്റീവ് അമേരിക്കൻ തിയേറ്റർ എൻസെമ്പിൾ in 1972 എന്നിങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ രൂപീകരിച്ചു. ദെൻ ക്രിയേഷൻ ഓഫ് പ്രൊജക്ട് HOOP ഫൗണ്ടഡ് ബൈ ഹെനെ ജിയോഗ്മ ആൻഡ് JT and creation of project HOOP founded by Hane Giogma and J.T. Darbe at UCLA. HOOB എന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ ഫോം ഹോണറിങ് അവർ ഒറിജിൻ ആൻഡ് പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ ഒരു പ്രൊജക്റ്റ് നേറ്റീവ് പീപ്പിളിൻ്റെ നാടകം, വിദ്യാഭ്യാസം, സമുദായ വികസനം എന്നിവയ്ക്കൊക്കെയായിരുന്നു നിലകൊണ്ടിരുന്നത്.
Then formation of Spider Woman Theatre in 1975, founded by Sister Liza Mayo, Gloria Miguel and Morel. ഏർലി ഫെമിനിസ്റ്റ് നേറ്റീവ് തിയേറ്റർ ഗ്രൂപ്പ്. സോ ഇത് ദി സ്പൈഡർ വുമൺ തിയേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ നേറ്റീവ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടക സംഘടനയായിരുന്നു. സോ ഇത് സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റിനെ സൊസൈറ്റിയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു തിയേറ്റർ ഫോം ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന മേജർ ഓതേഴ്സാണ്. റോളി ലിൻ റിങ്സ്, ഹാനി ജിയോഗ്മ, ഡിയാനെ ഗ്ലാൻസി, തോംസൺ ഹിങ്വേ, ഡാനിയൽ ഡേവിഡ് മോസ്. ഇത്രയും ആളുകളാണ് ആ ഒരു സമയത്തുള്ള മേജർ ഓതേഴ്സ്. ദെൻ സ്പൈഡർ വുമൺ തിയേറ്റർ. നമ്മൾ എന്താണ് സ്പൈഡർ വുമൺ തിയേറ്റർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് ഫൗണ്ടഡ് ഇൻ 1975 ഈ ഒരു തിയേറ്റർ ഫൗണ്ട് ചെയ്തത്. ഇതിൻ്റെ മേജർ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ലിസ മായോ, ഗ്ലോറിയ മിഖായൽ, മൊറേൽ മിഖായൽ എന്നിങ്ങനെയുള്ള ആളുകളാണ്. ദെൻ ഇതൊരു ഫെമിനിസ്റ്റ് നേറ്റീവ് തിയേറ്റേഴ്സ് ആണ്. ആ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലേസ് ആണ് വുമൺ ഇൻ വയലൻസ്, ദെൻ സൺ, മൂൺ ആൻഡ് ഫെദേഴ്സ്, പവർ, പീസ്, ഫെദർ ഓഫ് ഓട്ടമെയിൽ എന്ന് പറയുന്ന വർക്ക്സ് ഒക്കെ. സോ ഈ ഒരു വർക്ക്സ് എന്ന് പറയുന്നത് അന്നത്തെ നേറ്റീവായിട്ടുള്ള സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ പ്രോബ്ലംസും സ്ട്രഗിൾസും ഒക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ഏരിയാസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്.